ഞാൻ ആരെയും വളച്ചെടുത്തിട്ടൊന്നുമില്ല. പിന്നെ ഈ മനുഷ്യനെ എനിക്ക് പണ്ടേ അറിയാം. പണ്ട് ഞാൻ ഇങ്ങനെ തന്നെയായിരുന്നു അലിപ്പാടെ അടുത്ത്. പിന്നെ നേരെ ഉച്ചയായിട്ടും നിങ്ങളുടെ മോള് ഇന്നേൽക്കാഞ്ഞിട്ട് അലിപ്പൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പൊ പിന്നെ എന്നെ വഴക്ക് പറയില്ല. താഴോട്ട് ഇറങ്ങുമ്പോഴാണ് അവ കിടക്കുന്ന റൂമിലേക്ക് ഒന്ന് എത്തി നോക്കാൻ തോന്നിയത്. അപ്പോൾ രാജകുമാരി സുഖനിദ്രയില്ല. അന്നേരം ഇവരെവിടുന്ന് ഷോ ഇറക്കുന്നത്. ആദ്യം സ്വന്തം മോളെ നന്നാകട്ടെ, എന്നിട്ട് മതി എന്നെ കുറ്റപ്പെടുത്തുന്നത്. ഫിനു അവരെ നോക്കി പുച്ഛിച്ചു. ആ, ഐസു നീ വന്നോ? ഐസു അകത്തേക്ക് വന്നതും അല്ലേ അവനെ നോക്കി. ഐസു, എന്തൊക്കെ ഇവിടെ നടന്നേ? ഐസുവിനെ കാണാൻ അബൂബക്കർ അവന് നേരെ തിരിഞ്ഞു. ഇവിടെ എന്താ നടന്നേ? ഐസു അവരെ നെറ്റി ചുളിച്ച് നോക്കി. ഇവിടെ ഒന്നും നടന്നില്ല. ഇവര് നിന്റെ കല്യാണത്തെ കുറിച്ച് അറിയാൻ വന്നതാ. നീ വേഗം ഫ്രഷ് ആയി വന്നിട്ട് ഫിനുമോളെ വീട്ടിലേക്ക് ചെല്ലേ. അലി ഐസുവിനെ നോക്കി. എന്തിന്? അത് ശരി, കല്യാണം കഴിഞ്ഞ പെണ്ണിന്റെ വീട്ടിൽ പോകണം. എന്നെ കൊണ്ട് വയ്യ. 2 ദിവസത്തിനുള്ളിൽ എനിക്ക് ഡൽഹിയിൽ പോകണം. ഓ, അപ്പോ ആ മീറ്റിങ്ങിന് നീ പോവാൻ തീരുമാനിച്ചു അല്ലേ? ഇന്നലെ അല്ലേ കല്യാണം നടന്നത്? അപ്പോഴേക്കും ഇതിന്റെ പുറകെ ഓടണം. എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് ഫിനുവിന്റെ വീട്ടിൽ പോകും. ഞാൻ നാസറിനെ വിളിച്ച് പറഞ്ഞതാ നിങ്ങൾ ചെല്ലുമെന്ന്. അവനൊരു താല്പര്യമില്ലാതെ മൂടിക്കൊണ്ട് മുകളിലേക്ക് കയറി ചെന്നു. ഉപ്പോയ്, നാസറിനെ കാണാൻ ഫിനു ഓടിച്ചെന്ന് അയാളെ ഇറുകെ കെട്ടിപ്പിടിച്ചു. അവളുടെ കണ്ണുകൾ ചെറുതായി നിറഞ്ഞു. സുഖമല്ലേ മോളെ? ഉപ്പാക്കോ? സുഖമാണ്. ആ മോനെ വാ. അത്രയും നേരം ഫിനുവിനോട് കിന്നരിച്ച നാസർ കാർ പാർക്ക് ചെയ്തു വന്ന ഐസുവിനെ കാണാൻ ഫിനുവിനെ മൈൻഡ് ചെയ്യാതെ ഐസുവിനെയും കൂട്ടി അകത്തേക്ക് നടന്നു. ഇതിപ്പോ ഞാനാണോ ഇങ്ങേറെ മോള്, അല്ലെ അവനാണോ എന്ന് ചിന്തിക്കുവാണ് നമ്മുടെ കൊച്ച്. നാസറപ്പയോട് ഒരുപാട് നേരം സംസാരിച്ചവർ ഇരുവരും ഉറങ്ങാനായി ഫിനുവിന്റെ റൂമിലേക്ക് പോയി. ഇതാണോ നിന്റെ റൂം? ഐസു ആ റൂമാകെ കണ്ണോടിച്ചുകൊണ്ട് ചോദിച്ചത്. അവളൊന്ന് മൂളി. എന്തേ, ഇഷ്ടപ്പെട്ടില്ലേ? അവന്റെ റൂമും വീടും ഒന്ന് നോക്കുമ്പോൾ ഈ കുടിൽ അവൻ ഒരിക്കലും ഇഷ്ടപ്പെട്ടില്ലെന്ന് അവൾക്ക് നന്നായി അറിയാം. നല്ല നീറ്റാണല്ലോ റൂം, അതുകൊണ്ട് ചോദിച്ചതാ. ഐസു അവളെ കളിയാക്കി വാ പൊത്തി ചിരിച്ചു. പോടാ പട്ടി. എന്താ വിളിച്ച? ഫിനു പുച്ഛിച്ച് വിളിച്ചത് കേൾക്കെ ഐസാൻ അവളുടെ മുഖത്തോട് മുഖമടുപ്പിച്ച് ചോദിച്ചത്. അവളൊന്ന് ഉമിനീരിറക്കി. ഒന്നും വിളിച്ചില്ല. അപ്പൊ ഞാൻ കേട്ടതോ? തോന്നിയതായിരിക്കും. നിങ്ങൾ ചെന്ന് കിടന്നേ. ഫിനു ഐസുവിനെ കിടക്കാൻ എന്ത് വിട്ടു. ലൈറ്റ് ഓഫ് ചെയ്ത് പോകുന്ന ഫിനുവിനെ അവൻ നെറ്റി ചുളിച്ച് നോക്കി. നീ ഇതെങ്ങോട്ടാ? കിടക്കാൻ. ഞാൻ തൻ്റെ കൂടെ കിടന്നാൽ ശരിയാവില്ല. അതെന്തേ? നിനക്ക് നിന്നെ വിശ്വാസമില്ലേ? ഐസ് പുച്ഛിച്ചു ചിരിച്ചതും അവളൊന്ന് പുഞ്ചിരിച്ചു. ആരെക്കാളും നന്നായി എനിക്ക് എന്നെ വിശ്വാസമുണ്ട്. ബട്ട് നീ മറ്റൊരാളുടെ പ്രണയമാണ് എന്ന ബോധവും എനിക്കുണ്ട്. അവൾ എത്രയൊക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞാലും അവൾ നിന്നെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നതെങ്കിൽ ഇന്ന് അവൾ വേദനിക്കുന്നത് അതിരുകളുണ്ടാവില്ല. എന്നെ നീ ഒഴിവാക്കുമെന്ന് അവളോട് പറഞ്ഞാൽ പോലും അവളുടെ ഹൃദയത്തെ കീറി മുറിച്ച് ആ വേദന മാറാൻ പോണില്ല. അവളുടെ മാത്രമാണ് നീ എന്ന് വിശ്വസിച്ച് അവളെ തളർത്തും വിധമാണ് ഇന്ന് നീ എൻ്റെ കഴുത്തിൽ മാറു ചാർത്തിയത്. നിനക്ക് പ്രണയത്തിന്റെ വില അറിയില്ല, അതാ നീ ഇങ്ങനെ. ഓഹോ, എന്നാ പ്രണയത്തിന്റെ വില നന്നായി അറിയുന്ന മോള് പറ. 3 വർഷത്തെ നമ്മുടെ പ്രണയത്തെ എന്തിനായിരുന്നു ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കിയത്?